തിരുവചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക, എപ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വർഗം തുറക്കപ്പെടുന്നത്? സ്വർഗം തുറക്കപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കണോ? സങ്കീർത്തന പുസ്തകം 144 അധ്യായം 5 വചനം ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്. കർത്താവേ, അങ്ങ് ആകാശം ചായിച്ച് ഇറങ്ങി വരണേ, പർവ്വതങ്ങളെ സ്പർശിക്കണമേ, അവ പുകയട്ടെ. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, അവിടുന്ന് ആകാശം ചായിച്ച് ഇറങ്ങി വരണം. പ്രിയപ്പെട്ടവരെ, എന്തിനിങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചാൽ, ദാവീദിനറിയാം ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോഴൊക്കെ അവിടെ അടയാളമുണ്ട്. അവർ ദൈവത്തെ കാണുക ഈ പർവ്വതങ്ങൾ പുകയുന്നതും അഗ്നി ഉയരുന്നതും ഒക്കെയാണ് അവർ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ എൻ്റെ കൺമുമ്പിൽ എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട്, എൻ്റെ ശരീരം കൊണ്ട്, എൻ്റെ മനസ്സുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം കൊതിക്കുന്ന ഒരു ദാവീദിനെ നമ്മളിവിടെ കാണുക. അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുഭവം എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ടും എൻ്റെ ശരീരം കൊണ്ടും എൻ്റെ മനസ്സുകൊണ്ടും ആഗ്രഹിക്കുന്ന ഒരിക്കലും തെറ്റല്ല. അതാഗ്രഹിക്കണം. അത് ആത്മീയ ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. കർത്താവ് ഇറങ്ങി വരുന്നതായി കാണുന്ന ഒരു അനുഭവം അത് വേണം. ഒരു ജീവിതത്തെ മുന്നോട്ട് നയിക്കുക അതൊക്കെയാണ്. എപ്പോഴും നമുക്ക് കണ്ണടച്ച് കർത്താവ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ബുദ്ധിയിൽ ആഴത്തിൽ അത്രമാത്രം സാധാരണ മനുഷ്യർക്ക് വളരാൻ പറ്റില്ല. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ ഒരു അനുഭവത്തിന് വേണ്ടി കൊതിക്കാത്ത ജീവിതങ്ങൾ വളരെ വിരളമാണ്. അപ്പോൾ കൊതിക്കണം നമ്മൾ. ദാവീദും പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങ് ആകാശം പിളർന്നിങ്ങ് ഇറങ്ങി വരണം, പർവ്വതങ്ങളെ സ്പർശിക്കണേ, അവ പുകയട്ടെ. എന്നിട്ട് നമ്മൾ കാണും 143 അധ്യായത്തിൽ 6 വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുക. അതും ദാവീദിൻ്റെ തന്നെ പ്രാർത്ഥന, ദാവീദ് തന്നെ എഴുതി വെച്ചിരിക്കുന്ന സങ്കീർത്തനമാണിത്. ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു, ഉണങ്ങി വരേണ്ട നിരം പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു. 144 അധ്യായം 5 വചനത്തിൽ അങ്ങ് ആകാശം ചായിച്ചിറങ്ങി വരണേ എന്ന് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തകൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതാണ് 143 അധ്യായം 6 വചനത്തിൽ എഴുതി വെച്ചിരിക്കുക. ഞാൻ അങ്ങയുടെ നേർക്ക് എൻ്റെ കരങ്ങൾ വിരിക്കുന്നു. അപ്പോൾ നിശ്ചയമായും ദൈവാനുഭവം കിട്ടാൻ ഒരു വ്യക്തി കരങ്ങൾ വിരിക്കണം. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഹൃദയം ഉണങ്ങി വരേണ്ട നിലം പോലെ അങ്ങേക്കാ ദാഹിക്കുന്നു. ദാഹമെന്ന് പറഞ്ഞാൽ അത് ചെറിയ ദാഹമല്ല, ആഴപ്പെട്ട ദാഹം. വെള്ളമില്ല, ഒരു തുള്ളി വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അത്രമാത്രം ദാഹിക്കുന്ന ഒരു സങ്കീർത്തകനെ നമ്മൾ കാണും. വീണ്ടും 141 സങ്കീർത്തനം 144 സങ്കീർത്തനം 8 വചനം, അതും ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. എഴുതി വെച്ചിരിക്കുകയാണ്, ദൈവമായ കർത്താവേ, എൻ്റെ ദൃഷ്ടി അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. അപ്പോൾ ഈ ദൈവം ആകാശം ചായിച്ചിറങ്ങി വരണേ 144 അധ്യായത്തിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുമ്പോൾ അതിന് മുമ്പ് സങ്കീർത്തകൻ 3 കാര്യങ്ങൾ ചെയ്തു വെച്ചു. 143 6 പറഞ്ഞു, കരങ്ങൾ ഞാൻ വിരിച്ചിട്ടുണ്ട്, എൻ്റെ ഹൃദയം നിറയെ അഗാധമായ ദാഹമാണ്, ഉണങ്ങി വരണ നിലം പോലെ. എന്നിട്ടൊരു കാര്യം പറയുക, ഇനി ഞാൻ എന്ത് ചെയ്യുന്നേ? എൻ്റെ ഈ കണ്ണുകൾ നിൻ്റെ നേരെ മാത്രം ഞാൻ തിരിച്ചു വെച്ചിരിക്കുക. 3 കാര്യങ്ങൾ ചെയ്തിട്ടാണ് ആകാശം ചായിച്ച് സ്വർഗം പിളർന്ന് ഇറങ്ങി വരണേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്ന് ദൈവാനുഭവം വേണോ? സ്വർഗം തുറക്കപ്പെടണം നിൻ്റെ ജീവിതത്തിൽ. നീ 3 കാര്യങ്ങൾ ചെയ്യണം. 1, നിൻ്റെ ജീവിതത്തിൽ കരങ്ങൾ വിരിക്കാൻ നീ തയ്യാറാവണം. രണ്ടാമത്തെ കാര്യം, നീ കർത്താവിന് വേണ്ടി ആഴത്തിൽ ദാഹിക്കുന്നൊരു ഹൃദയം ഉണ്ടാവണം. 3-ാമത്തെ കാര്യം, നിൻ്റെ കണ്ണ് അവൻ്റെ നേരെ മാത്രം നോക്കിയിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടോ, ആകാശം പുലർന്ന് കർത്താവ് ഇറങ്ങി വരും, ആ കർത്താവിനെ നിനക്ക് കാണാൻ പറ്റും. ഇത് തന്നെയാണ് ഇസ്രായേൽ മക്കൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 64 അധ്യായം 1, 2, 3 വചനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ജനത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, ഇതേ പ്രാർത്ഥന തന്നെ. അപ്പോൾ ദൈവജനം ഇസ്രായേൽ മക്കൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ആകാശം പുലർന്ന് സ്വർഗം ചായിച്ച് നീ ഇറങ്ങി വരണം. അപ്പോൾ ഈ വചനം ഇതാണ്, 64 യെശയ്യാ 64 1, 2, 3, 4 വചനങ്ങൾ ഇങ്ങനെയാണ്. കർത്താവേ, ആകാശം
പിളർന്ന് ഇറങ്ങി വരണേ. അങ്ങയുടെ സാന്നിധ്യത്താൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. സങ്കീർത്തകൻ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയുടെ മറ്റൊരു വശമാണ് ഇവിടെ പർവ്വതങ്ങളെ സ്പർശിക്കണേ, പുക ഉയരട്ടെ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് പർവ്വതങ്ങൾ വിറയ്ക്കട്ടെ. അഗ്നിയിൽ വിറകരിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടി വിറയ്ക്കട്ടെ. അപ്പോൾ നമുക്കത് സ്വാഭാവികമായി അറിയാവുന്നൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ അഗ്നി ഉണ്ടെങ്കിൽ വെള്ളം തിളയ്ക്കുള്ളൂ, വിറകരിയത്തുള്ളൂ. അപ്പോൾ അത് പറഞ്ഞു വെച്ചിട്ട് കർത്താവിന് പറയുക, കർത്താവേ, ഈ അഗ്നി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കാണും എൻ്റെ കൺമുമ്പിൽ വെള്ളം തിളയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നീ ഇവിടെയോട്ട് ഇറങ്ങി വരുമ്പോൾ എനിക്ക് കാണാൻ പറ്റും, എനിക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെ ഒരു ആഗ്രഹമാണ് ഈ ജനത്തിനുള്ളത്. എന്നിട്ട് പറയുകയാണ്, അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ അവിടുന്ന് ചെയ്തപ്പോൾ അവിടുത്തെ മുമ്പിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. അപ്പോൾ കൈകൾ വിരിച്ച് ഹൃദയം ദാഹിച്ച് കണ്ണുകൾ ഉയർത്തി നീ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇറങ്ങി വരുന്ന കർത്താവിനെ കാണുക മാത്രമല്ല, ഇറങ്ങി വന്ന കർത്താവ് ചെയ്യുന്നതും നീ കാണും. അതാണ് ഇവിടെ വചനം എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ അവിടുത്തെ മുമ്പിൽ ചെയ്തപ്പോൾ അവിടുത്തെ മുമ്പിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. എന്നിട്ട് ഈ 4-ാമത്തെ വചനം, ഇത് ഇപ്പോൾ ദൈവാനുഭവം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും അത്യുന്നതമായിട്ട് മനസ്സ് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. വചനം ഇതാണ്. അതായത് 4-ാമത്തെ വചനം 64:4 പറയാണ്, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ എന്തിനാ പ്രാർത്ഥിച്ചേ? കർത്താവേ, സ്വർഗം തുറന്നിറങ്ങി വരണേ എന്നവർ പ്രാർത്ഥിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം അധ്വാനിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിനു മുമ്പ് കണ്ടു. ജനത പറയാണ്, തങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവത്തെ കണ്ടതുപോലൊരു ദൈവത്തെ അവർ കണ്ടിട്ടില്ല. അപ്പോൾ തങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെക്കുറിച്ച് കേൾക്കുകയോ കാണുകയോ ഞങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അങ്ങിങ്ങ് ഇറങ്ങി വരണം, അങ്ങിങ്ങ് ഇറങ്ങി വരണമെന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥിക്കുകയാണ്. ഇനി ഇങ്ങനെ ദൈവം വെളിപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 5-ാമത്തെ കാര്യം, ഞാൻ നിരന്തരമായി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോൾ 5-ാമത്തെ കാര്യം ഇതാണ്, ദൈവത്തോട് പറയണം. അതാണ് ഐശയ്യാ പ്രവാചന പുസ്തകം 64-ാം അധ്യായം 8-ാമത്തെ വചനം. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഈ കർത്താവ്, ആ കർത്താവ് എൻ്റെ പിതാവാണ്. അതാണ് അടുത്തൊരു ബോധ്യം നമുക്ക് വേണ്ടത്. സ്വർഗം തുറക്കപ്പെടണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാവേണ്ട മറ്റൊരു ബോധ്യം, ഈ ദൈവം, എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഈ ദൈവം എൻ്റെ പിതാവാണ്. എന്നൊരു ജനതകൾ അടുത്ത പ്രാർത്ഥന ഇപ്രകാരമാണ്, ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്, ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ്. കർത്താവേ, അങ്ങ് അത്യധികം കോപിക്കരുതേ. ഇപ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്ന സ്വർഗം തുറക്കപ്പെടാനും ശരീരത്തിലും മനസ്സിലും ജീവിതത്തിലും ഒരു ദൈവാനുഭവം വേണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ അടുത്തതായി ചിന്തിക്കേണ്ട കാര്യം, ദൈവം എൻ്റെ പിതാവായതുകൊണ്ടും ഞാൻ കളിമണ്ണാണെന്നും അവിടുന്ന് ഇഷ്ടമുള്ള കുശവൻ്റെ ജോലി എൻ്റെ ജീവിതത്തിൽ ചെയ്യുമെന്നും പറയണം. അങ്ങനെ ഇരുന്നാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ സ്വർഗം തുറക്കപ്പെടൂ, സ്വർഗം വെളിപ്പെടൂ, ദൈവിക സ്പർശനങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആകാശം ചായിച്ച് ഇറങ്ങി വരണേ, സ്വർഗം തുറന്നിറങ്ങി വരണേ എന്നൊക്കെ ദാവീദും ദൈവജനവും ഒക്കെ പ്രാർത്ഥിച്ചത് കേൾക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്വർഗം ചായിച്ച് ഇറങ്ങി വന്ന് ദൈവം തൊട്ട ഒരുപാട് ജീവിതങ്ങളുണ്ട്, സ്വർഗം വെളിപ്പെട്ട ഒരുപാട് ജീവിതങ്ങളുണ്ട്. പക്ഷെ 3 ജീവിതങ്ങളെ നമ്മളിപ്പോൾ പരിചയപ്പെടുകയാണ്. അതിൽ 1-ാമത്തെ ജീവിതമാണ് എസെക്കിയേൽ പ്രവാചകൻ്റെ ജീവിതം. എസെക്കിയേൽ പ്രവാചകൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രവാചകൻ ജെറമ്യ പ്രവാചകൻ്റെ അതേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു പ്രവാചകനാണ്. ഈ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾ ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയ ഒരു സമയമാണ്. അപ്പോൾ ഈ ബാബിലോൺ അടിമത്തത്തിൽ ദൈവജനം ആയിരിക്കുമ്പോൾ എസെക്കിയേൽ പ്രവാചകൻ പുരോഹിതനാണ്. പുരോഹിതനായ പ്രവാചകൻ ഏക ജോലി എന്ന് പറഞ്ഞാൽ ജെറുസലേം ദേവാലയത്തിൽ ദൈവത്തിന് ആരാധന അർപ്പിക്കുക എന്നതാണ് പ്രവാചകൻ്റെ ജോലി. എന്നാൽ ഇന്ന് ജനം അടിമത്തത്തിൽ അകപ്പെട്ടിട്ട് ബാബിലോൺ ദേശത്ത് പോയി താമസിക്കുകയാണ്. അപ്പോൾ ദേവാലയത്തെക്കുറിച്ച് ചിന്തിക്കാനല്ലാതെ ബലിയർപ്പിക്കാനോ തൻ്റെ ജോലികൾ ചെയ്യാനോ
പറ്റാത്ത വിധത്തിൽ തൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഞെരുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എസെക്കിയേൽ പ്രവാചകൻ നമ്മൾ കാണുക. ആഗ്രഹങ്ങൾ ഏറെയുണ്ട്. അതായത് കുടുംബത്തെ കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് കൊണ്ടുപോകണം, ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഒരു പക്ഷേ രോഗമാകാം, വേദനയാവാം, അല്ലെങ്കിൽ ചെയ്യുന്നൊന്നും രക്ഷപ്പെടുന്നില്ലാത്ത അവസ്ഥയാവാം, അല്ലെങ്കിൽ പല വിധത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ചില മക്കളുണ്ടാവും. രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പറ്റാതെ ദുരിതത്തിലായിരിക്കുന്ന ചില മക്കളുണ്ടാവും. അപ്പോൾ ഇവിടെ എസെക്കിയേൽ പ്രവാചകൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ, പ്രവാചകൻ തെറ്റ് ചെയ്തിട്ടല്ല, ദൈവജനത്തിൻ്റെ അനുസരണക്കേടുകൊണ്ടും പാപം കൊണ്ടും ജനം ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയി. പ്രവാചകൻ ബാൽദേവനെ ആരാധിച്ചിട്ടല്ല പ്രവാചകൻ ആ കൂടെ പോവുക. പ്രവാചകൻ ജനത്തിൻ്റെ ഭാഗമായതുകൊണ്ടും പ്രവാചകൻ ഈ ശിക്ഷയ്ക്ക് വിധേയപ്പെടുകയാണ്. അങ്ങനെ ബാബിലോൺ അടിമത്തത്തിൽ വന്ന് നിൽക്കുമ്പോൾ പ്രവാചകൻ്റെ മനസ്സിൽ വേദനയാണ്. എനിക്കെൻ്റെ ദൈവത്തിന് ബലിയർപ്പിക്കാൻ പറ്റില്ലല്ലോ. ചില ജീവിതങ്ങളെങ്കിലും അങ്ങനെ ഉണ്ടാകും. സ്വന്തം തെറ്റുകൊണ്ടല്ലാതെ അകപ്പെട്ടു വേദനിച്ച് കരകയറാൻ പറ്റാതെ ദുഃഖിച്ചിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ടാകും. അവരുടെ മുമ്പിൽ സ്വർഗം പ്രത്യക്ഷപ്പെടും. അവരുടെ മുമ്പിൽ ആകാശം തുറക്കും, കർത്താവ് ഇറങ്ങി വരും. അതാണ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിച്ചു വയ്ക്കുക. പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 2-3 വചനങ്ങൾ വ്യക്തമായി അത് എഴുതി വച്ചിരിക്കുകയാണ്. മാസത്തിൻ്റെ 5-ാം ദിവസം, യെഹോയാക്കീൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ 5-ാം വർഷം, കൽദായ ദേശത്ത് കേബാർ നദീതീരത്ത് വെച്ച് ബുസിയുടെ പുത്രനും പുരോഹിതനുമായ എസെക്കിയേലിന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അതാണ് പ്രവാചകൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുക. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ശ്രവിക്കുന്ന ആരെങ്കിലും സ്വന്തം തെറ്റുകൾ കൊണ്ടല്ല, മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, പലവിധ രക്ഷപ്പെടാൻ പറ്റാതെ സങ്കടപ്പെട്ടിരിക്കുന്ന നിന്നെ തേടി സ്വർഗം വരും. പക്ഷെ ഒറ്റ കാര്യം ചെയ്യണം. സ്വർഗം തുറക്കപ്പെടാൻ പറഞ്ഞ ആദ്യത്തെ 4 കാര്യങ്ങൾ: കണ്ണുകൾ ഉയർത്തിയിരിക്കണം, കൈകൾ വിരിച്ചിരിക്കണം, അഗാധമായ എളിമയുണ്ടാകണം, അഗാധമായ ദാഹമുണ്ടാവണം. ദൈവം ഇറങ്ങി വന്ന് നിന്നെ തൊടും, നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. അതാണ് എസെക്കിയേൽ പ്രവാചക ജീവിതം നമ്മൾ കാണുക. കർത്താവേ, എനിക്ക് ബലിയർപ്പിക്കാൻ പറ്റില്ലല്ലോ, എങ്കിലും ഞാൻ ഇവിടെയും നിന്നെ ഓർത്തുകൊണ്ടിരിക്കുവാണ്. ഞെരുക്കത്തിലാണോ പീഡനത്തിലാണോ, നീ കർത്താവിനെ ഓർക്ക്. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് നിൻ്റെ കൺമുമ്പിൽ അവതരിക്കും. അതുമാത്രമല്ല, ദൈവാനുഭവത്തിലേക്ക് കർത്താവ് നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. നിനക്ക് ധൈര്യം പകരും. നിൻ്റെ ജീവിതത്തെ കർത്താവ് നയിക്കാൻ തുടങ്ങും. അതാണ് നമ്മൾ കാണുന്ന 1-ാമത്തെ വ്യക്തി. 2-ാമത്തെ വ്യക്തിയെ നമ്മൾ കാണും. അപ്പോസ്തല പ്രവർത്തനം 10-ാമത്തെ അധ്യായം, വിശുദ്ധ പത്രോസ്ലീഹ. പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. 10-ാമത്തെ അധ്യായത്തിൽ 9 മുതലുള്ള വചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും. അവർ യാത്ര ചെയ്ത് പിറ്റേ ദിവസം നഗരത്തെ സമീപിച്ചപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാൻ മട്ടുപ്പാവിലേക്ക് പോവുകയായിരുന്നു. യാത്ര ചെയ്ത് നഗരത്തിലെത്തിയപ്പോൾ പത്രോസിന് തോന്നുകയാണ്, പ്രാർത്ഥിക്കാൻ പോകണം, എനിക്ക് പ്രാർത്ഥിക്കണം. ഉള്ളിൽ നിന്ന് എന്തോ ഒരു പ്രേരണ വരികയാണ്, എനിക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ മട്ടുപ്പാവിലേക്ക് പോവുകയാണ്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയുടെ സമയമുണ്ട്. 6 ഉണ്ട്, 9 ഉണ്ട്, 3 ഉണ്ട്. ഈ ഓരോ മണിക്കൂറിലും ശിഷ്യർ യഹൂദർ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ 6-ാം മണിക്കൂറിൽ പ്രാർത്ഥിക്കാൻ മട്ടുപ്പാവിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു കാര്യം എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു, അവന് വിശന്നു. ഈ കാര്യം നമുക്ക് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന പത്രോസിന് വിശന്നു. അടുത്ത വചനം, എന്തെങ്കിലും ഭക്ഷിക്കണമെന്ന് തോന്നി. അടുത്ത വചനം, അവർ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന് ഒരു ദിവ്യ അനുഭൂതിയുണ്ടായി. സ്വർഗം തുറന്നിരിക്കുന്നതും വലിയ വിരിപ്പ് പോലുള്ള ഒരു പാത്രം 4 കോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നു അവൻ കണ്ടു. സ്വർഗം തുറക്കപ്പെട്ട 2-ാമത്തെ വ്യക്തി ഇവിടെ നമ്മൾ കാണുക. ബൈബിളിൽ മൊത്തമായിട്ടല്ല, ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ 2-ാമത്തെ വ്യക്തി വിശുദ്ധ പത്രോസ്ലീഹയാണ്. പക്ഷേ പത്രോസ്ലീഹ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്? ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ അവൻ എന്തിനു വേണ്ടിയാണ് മട്ടുപ്പാവിലേക്ക് പോയേ? പ്രാർത്ഥിക്കാനുള്ള അഗാധമായ ദാഹത്തോടെ, ദൈവത്തോട് ഒന്നായിരിക്കാൻ ആഗ്രഹിച്ച് ദൈവത്തെ തേടി മട്ടുപ്പാവിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ വിശപ്പ് അവനെ സമ്മതിക്കുന്നില്ല. വിശക്കുകയാണ്, ശരീരത്തിന് വിശന്നു, മനസ്സിന് ഒരുപാട് ആഗ്രഹം, പക്ഷെ ശരീരം സമ്മതിക്കുന്നില്ലാത്തൊരവസ്ഥ. അപ്പോൾ അവൻ ഈ വിശപ്പ് ശമിപ്പിച്ചാലേ പ്രാർത്ഥിക്കാൻ പറ്റൂ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നു. ചില ചേച്ചിമാരുണ്ട്, ചില അമ്മച്ചിമാരുണ്ട്, ചില ജീവിതങ്ങളുണ്ട്, കിടപ്പിൽ കിടക്കുന്ന ഭർത്താവിനെ നോക്കാൻ
അമ്മായിയപ്പനെ നോക്കണം, അമ്മായിമ്മയെ നോക്കണം, പള്ളിയിൽ പോകണമെന്നും കൊന്തയ്ക്ക് കൂടണമെന്നും കുർബാനയിൽ പങ്കെടുക്കണമെന്നും പള്ളിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഏർപ്പെടണമെന്നും ആഗ്രഹമുണ്ട്. അല്ലെ കർത്താവിൻ്റെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുന്നില്ല. ജീവിത സാഹചര്യത്തിൽ ഇവരിവിടെ നിൽക്കുകയാണ്. പക്ഷെ ചിന്ത മുഴുവൻ കർത്താവിനെ കുറിച്ച് ഓർക്കുകയാണ്. കർത്താവെ എനിക്ക് വരണം, ദാഹം. ആ ദാഹത്തിൽ ആ അമ്മായിയെ ശുശ്രൂഷിക്കുമ്പോൾ, ആ അമ്മായിപ്പനെ ശുശ്രൂഷിക്കുമ്പോൾ ആ കൈകളിലൂടെ സ്വർഗം തുറക്കപ്പെടും. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറന്നു. അതുപോലെ നിൻ്റെ ജീവിതത്തിൽ ദൈവം സ്വർഗം തുറന്നിറങ്ങി വരും. നീ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം കണ്ട് ദൈവം ഇറങ്ങി വരും. അതൊരു സാഹചര്യങ്ങളില്ലെങ്കിൽ ദേവാലയത്തിൽ പോകാതെ എങ്ങനെ കർത്താവ് ഇറങ്ങി വരും? എങ്ങനെയൊക്കെ ദൈവാനുഭവം? എത്രയോ ജീവിതങ്ങളുണ്ട്. സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ ദൈവാനുഭവങ്ങൾ കിട്ടുന്ന എത്രയോ ജീവിതങ്ങൾ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വരുന്ന ജീവിതങ്ങൾ. രാത്രി കാലങ്ങളിലും ഒരുപാട് കുടുംബിനികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ജീവിതങ്ങൾ. ഒരു ധ്യാനത്തിനൊന്നും പോയിട്ടല്ല, ആഗ്രഹം കൊണ്ട് സാധിക്കുന്നില്ല, ആരെയും വിമർശിച്ചുകൊണ്ട് പോകാതിരിക്കുന്നില്ല, മറിച്ച് ആഗ്രഹമുണ്ട്. ജീവിത സാഹചര്യങ്ങൾ സമ്മതിക്കാതെ വരുമ്പോൾ ദൈവം ഇടപെടുന്ന ജീവിതങ്ങളെ നമ്മൾ കാണുകയാണ്. ഇനി നമ്മൾ അടുത്ത വ്യക്തിയെ കാണുക. അപ്പോസ്തല പ്രവർത്തനം 7-ാമത്തെ അധ്യായം. ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിൻ്റെ ജീവിതം. സ്തേഫാനോസ് എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്കെല്ലാവർക്കും ആ കഥയും കാര്യങ്ങളും അനുഭവങ്ങളും എല്ലാം അറിയാം. അതൊന്നുമല്ല പറയുക. ശരീരത്തിൽ പീഡ അനുഭവിക്കുന്ന വ്യക്തികൾ കാണും. രോഗം കൊണ്ട് തകർന്നിരിക്കുന്ന മക്കളുണ്ടാവും. അറിഞ്ഞോ അറിയാതെയോ ശരീരത്തിൽ പല വിധത്തിൽ രോഗപീഠകൾ കടന്നു വന്നിരിക്കുന്നവർ, കഠിനമായ വേദന അനുഭവിക്കുന്ന മക്കൾ. ഇവിടെ ശരീരത്തിൽ പീഡനം വെക്കുന്ന ഒരു വ്യക്തിയിൽ സ്വർഗം തുറക്കപ്പെടുന്നതാണ്. നമ്മൾക്കറിയാം 7-ാമത്തെ അധ്യായം 54-ാം വചനം. അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലു കടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. സ്തേഫാനോസ് കൈകൊട്ടി ചിരിച്ചപ്പോഴല്ല സ്വർഗം തുറന്നിരുന്നവൻ കണ്ടത്. അവൻ്റെ ശരീരത്തിലേക്ക് കല്ലുകൾ ആഞ്ഞാഞ്ഞ് പതിക്കപ്പെട്ട ശരീരം കീറി മുറിക്കപ്പെടുമ്പോൾ രോഗപീഡയിൽ അവൻ തകർന്നു വീഴും. വേദനയുടെ ആധിക്യത്തിൽ അവൻ തകർന്നു വീഴുന്ന സമയത്താണ് സ്വർഗം തുറക്കപ്പെടുന്നത്. ഇന്ന് നീ കട്ടിലിലാണോ? എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിൽ നീ കട്ടിൽ കിടക്കുകയാണോ? ദേഹം മുഴുവൻ ഇടിഞ്ഞു ഞുറുങ്ങുന്ന വേദനയാണോ? പങ്കുവയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ നീ ദുരിതം അനുഭവിക്കുകയാണോ? വേദനിക്കുകയാണോ നിൻ്റെ ശരീരം? ഈ ശരീരം കർത്താവിൻ്റെ കൈകൾ കൊണ്ട് മെനഞ്ഞെടുക്കപ്പെട്ടതെങ്കിൽ ഈ ശരീരത്തിൽ നീ വേദന അനുഭവിക്കുമ്പോൾ ആ വേദനയിൽ കർത്താവിനെ ഓർത്താൽ ആ മുറിയിലേക്ക്, ആ ഐസിയുവിലേക്ക്, ആ വെന്റിലേറ്ററിലേക്ക് നിൻ്റെ കർത്താവ് ഇറങ്ങി വരും. നിൻ്റെ കർത്താവ് നിൻ്റെ മുമ്പിൽ സ്വർഗം തുറന്ന് അടയാളമായി മാറും. പ്രിയപ്പെട്ട മക്കളെ, 3 വ്യക്തി ജീവിതങ്ങളെ ഞാനും നിങ്ങളും പരിചയപ്പെടുമ്പോൾ സ്വർഗം തുറക്കണമേ എന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നു? ഇത് ദൈവാനുഭവത്തിന് വേണ്ടി ആര് പ്രാർത്ഥിക്കുന്നു? ആഴപ്പെട്ട ഒരു ദൈവാനുഭവം കിട്ടിയാൽ നിൻ്റെ പാതകൾ പിന്നെ പതറില്ല. നീ മുന്നോട്ട് ചരിക്കാൻ തുടങ്ങും. നിൻ്റെ ജീവിതത്തെ കർത്താവ് നയിക്കാൻ തുടങ്ങും. കർത്താവിൻ്റെ കൃപ ജീവിതത്തിൽ കടന്നു വരാൻ തുടങ്ങും. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ ഈ ഒരു കൃപ, കർത്താവെ എനിക്കൊരു ദൈവാനുഭവം തരണേ. മക്കളെല്ലാം പ്രാർത്ഥിക്കണം, എനിക്കൊരു ദൈവാനുഭവം തരണമേ എന്ന് മക്കൾ പ്രാർത്ഥിക്കണം. ഈ നാളിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ബോധ്യങ്ങൾ ഏറെ വേണം. ആ ബോധ്യങ്ങൾ അനുഭവങ്ങളായി കൂടി അവതരിക്കണം. ബോധ്യങ്ങൾ മാത്രം നമ്മളെ പിടിച്ചു നിർത്തില്ല. നമുക്ക് നല്ല നല്ല ബോധ്യങ്ങൾ, ചിന്തകളൊക്കെ നമുക്ക് വേണം. ഒപ്പം നമ്മൾ വചനം വായിച്ച് കിട്ടുന്ന ബോധ്യങ്ങൾ അനുഭവങ്ങളായി കിട്ടുമ്പോഴാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ബോധ്യങ്ങൾ മാത്രം ജീവിതത്തെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോവില്ല. അനുഭവങ്ങൾ വന്നാൽ ഈ ബോധ്യങ്ങൾ ജീവിക്കാൻ നമുക്കൊരു ബൂസ്റ്റാണ്, നമുക്കൊരു ശക്തിയാണ്. പാലിൻ്റെ അകത്ത് ബൂസ്റ്റ് കൂടി ഇടുമ്പോൾ കുറച്ചുകൂടി ശക്തി കിട്ടുന്നത് പോലെയാണ് ദൈവാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അതുകൊണ്ട് തന്നെ പഴയ നിയമജനത പ്രാർത്ഥിച്ചതും ദൈവാനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, പുതിയ നിയമജനതയും ദൈവാനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ചിന്തിക്കും, പന്തക്കുസ്താ ദിനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയായി തീനാളമായി ഇറങ്ങി വന്നു. ദൈവാനുഭവമാണ് അവർക്ക്.
അല്ലെങ്കിൽ നിറയണമേ പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞു നിറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞല്ലോ കർത്താവ് പറഞ്ഞയച്ചേ. ദൈവാനുഭവം കൊടുത്തിട്ടാ, പ്രകടമായ അടയാളം കൊടുത്താണ് കർത്താവ് ശിഷ്യരെ പറഞ്ഞു വിടുന്നത്. അപ്പം ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം, കർത്താവേ ആകാശം പിളർന്ന് നീ ഇറങ്ങി വന്നപ്പോൾ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടതുപോലെ എൻ്റെ വ്യക്തി ജീവിതത്തെ നീ തൊടുമ്പോൾ അടയാളം എനിക്ക് കാണണം, എനിക്ക് പ്രകടമായ അനുഭവം എനിക്ക് വേണം. അതൊരിക്കലും കരിസ്മാറ്റിക് അതിപ്രസരണമല്ല. ഓരോ ജീവിതങ്ങളും ദൈവം തൊടാൻ പ്രാർത്ഥിക്കണം. വ്യക്തിപരമായി ദൈവത്തിൻ്റെ അനുഭവം കിട്ടാൻ പ്രാർത്ഥിക്കണം. ഇവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവം തൊട്ടെങ്കിൽ ഇന്ന് ഒരുപക്ഷെ നീ എസെക്കിയേലിനെ പോലെയാവാം, ഒരുപക്ഷെ നീ പത്രോസിനെ പോലെയാവാം, ഒരുപക്ഷെ നീ രോഗക്കിടയ്ക്ക് ശരീരത്തിൽ പിടി അനുഭവിക്കുന്ന മക്കളാവാം. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഉയരപ്പെടാൻ ആഗ്രഹിക്കുന്ന മക്കൾ സ്വർഗം തുറക്കാൻ ആഗ്രഹിച്ചെന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും, എന്നെ അനുഗ്രഹിക്കും. ഈ കൃപ കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ആകാശം ചായിച്ചിറങ്ങി വരണേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ ഞാനും ആയിരിക്കുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും ഇപ്പോൾ പ്രാർത്ഥിക്കുക ഈശോയെ. ഒരുപക്ഷെ എൻ്റെ ശരീരത്തിലാകും ഞാൻ വേദന അനുഭവിക്കുക, ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് നിന്നോടൊപ്പം എത്താൻ പറ്റുന്നുണ്ടാവില്ല, ഒരുപക്ഷെ ആത്മാവിൽ ആരാധിക്കാൻ പറ്റാത്ത നൊമ്പരത്തിലായിരിക്കും ഞാൻ. കർത്താവേ, എവിടെയാണെങ്കിലും എൻ്റെ ഈ അവസ്ഥയെ കണ്ട് നീ സ്വർഗം തുറന്നിറങ്ങി വന്ന് പ്രകടമായ അടയാളങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും എന്നെ നിറയ്ക്കണേ കർത്താവേ. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 36-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്, കർത്താവേ അങ്ങയുടെ അത്ഭുതങ്ങളുടെ ഘോഷയാത്ര കൊണ്ട് സിയോനെ നിറയ്ക്കണം, അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും. എൻ്റെ കർത്താവേ, അത്ഭുതങ്ങൾ ചെയ്ത് അവിടുത്തെ മഹത്വം കൊണ്ട് എൻ്റെ ജീവിതത്തെ തൊട്ടനുഗ്രഹിച്ച് ദൈവാനുഭവം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്കതിന് കഴിയും. പിതാവിൻ്റെ മുമ്പിൽ മക്കൾ നിൽക്കുന്നത് പോലെ, കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് വെച്ചിരിക്കുന്നത് പോലെ ഇതാ കർത്താവേ, കണ്ണുകൾ ഉയർത്തി കരങ്ങൾ ഉയർത്തി ദാഹിച്ച മനസ്സോടെ ഞാൻ നിൽക്കുന്നു. നീ എനിക്ക് എൻ്റെ മുമ്പിൽ ദൈവിക സാന്നിധ്യമായി ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.